തോട്ടം തൊഴിലാളികളുടെ സമരം പരിഹരിക്കുന്നതിനുള്ള പ്ലാന്റേഷൻ ലേബർ കമ്മിറ്റിയുടെ ചർച്ച ആരംഭിച്ചു. ട്രേഡ് യൂണിയൻ നേതാക്കളും തൊഴിലുടമകളും ചർച്ചയിൽ പങ്കെടുക്കുന്നുണ്ട്. ഇന്നത്തെ ചർച്ചയിലെങ്കിലും പ്രശ്നങ്ങൾക്ക് പരിഹാരമാകുമെന്ന പ്രതീക്ഷയിലാണ് തോട്ടം മേഖല. വിവരങ്ങളുമായി മിനീഷ് കുമാർ ചേർന്നുണ്ട്. മിനീഷ, ഇന്നത്തെ യോഗത്തിന്റെ പ്രതീക്ഷ എത്രത്തോളമുണ്ട്? കഴിഞ്ഞ യോഗങ്ങൾ പലതും പരാജയപ്പെട്ട സാഹചര്യത്തിൽ സൗമ്യ, സംസ്ഥാനത്തെ 3.5 ലക്ഷത്തിൽ പരം വരുന്ന തോട്ടം മേഖലയിലെ തൊഴിലാളികളുടെ അടിസ്ഥാന ജീവിത പ്രശ്നങ്ങൾ സംബന്ധിച്ചിട്ടുള്ള ഏറ്റവും നിർണായകമായ ചർച്ചയാണ് ഇപ്പോൾ ഷിബു ബേബി ജോൺ മന്ത്രിയുടെ കോൺഫറൻസ് ഹാളിൽ നടക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് ഇന്ന് രാവിലെ തൊഴിലാളി യൂണിയൻ നേതാക്കളുമായി ചർച്ച നടത്തിയിരുന്നു. മുഖ്യമന്ത്രിയുടെ സാന്നിധ്യത്തിലായിരുന്നു രാവിലെ നടന്ന ചർച്ച. അതിനുശേഷമാണ് PLC യോഗം ഇപ്പോൾ 4 മണിക്ക് ഇവിടെ ആരംഭിച്ചിരിക്കുന്നത്. യോഗം ഇപ്പോഴും തുടരുകയാണ്. മന്ത്രി ആര്യാടൻ മുഹമ്മദ്, മന്ത്രി ഷിബു ബേബി ജോൺ, അതുപോലെ തന്നെ തോട്ടം ഉടമകൾ, തൊഴിലാളി പ്രതിനിധികളൊക്കെ തന്നെ ഇപ്പോൾ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നുണ്ട്. രാവിലെ നടന്ന ട്രേഡ് യൂണിയൻ ചർച്ചയിൽ പ്രധാനമായും പറഞ്ഞത് ഒരു നിർണായകമായ ഒരു തീരുമാനം കൈക്കൊള്ളണമെങ്കിൽ PLC യോഗത്തിന് ശേഷം മാത്രമേ കൈക്കൊള്ളാൻ കഴിയൂ എന്ന് പറഞ്ഞിരുന്നു. അത് മാത്രമല്ല, കൂലി സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങൾ PLC യോഗത്തിലാണ് തീരുമാനിക്കുക. സർക്കാരിന് ഏകപക്ഷീയമായി അത്തരത്തിലൊരു തീരുമാനം കൈക്കൊള്ളാൻ കഴിയില്ല എന്നാണ് രാവിലെ ചേർന്ന യോഗത്തിന് ശേഷം മന്ത്രി ഷിബു ബേബി ജോൺ അറിയിച്ചത്. അതുകൊണ്ട് തന്നെ ഒരു നിർണായകമായ ഒരു യോഗമാണ് ഇപ്പോൾ ഇവിടെ നടക്കുന്നത്. ഇത് സംബന്ധിച്ചുള്ളൊരു പ്രത്യേക ഒരു കാര്യം ഇതിനോടനുബന്ധിച്ച് പറയാൻ കഴിയില്ല എന്നാണ് അല്പം മുമ്പ് വരെ മന്ത്രി പ്രതികരിച്ചത്. എന്തായാലും തങ്ങളുടെ ആവശ്യമായ നിത്യേനയുള്ള വേതനം 500 രൂപയായി നിജപ്പെടുത്തുക എന്ന് പറയുന്ന ആവശ്യത്തിൽ ഉറച്ചു നിൽക്കുമെന്നാണ് തൊഴിലാളി പ്രതിനിധികൾ പറയുന്നത്. എന്നാൽ ആ ആവശ്യത്തോട് തോട്ടം ഉടമകൾ സഹകരിക്കാൻ അല്ലെങ്കിൽ യോജിക്കാൻ സാധ്യത വളരെ തന്നെ കുറവാണ്. എന്നാൽ ഇതിൽ തന്നെ ഏറ്റവും ചില ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകാം, ഭേദഗതികൾ ഉണ്ടാകാം. ഒരു 350 രൂപയിലെങ്കിലും കിട്ടണമെന്നുള്ളൊരു സാധ്യതയാണ് മൂന്നാറിലെ തോട്ടം തൊഴിലാളികൾ നേരത്തെ ഉന്നയിച്ചിരുന്നത്. പക്ഷേ ഇത് സംസ്ഥാനത്തുടനീളം നടക്കുന്ന ട്രേഡ് യൂണിയൻ നേതാക്കളുടെ അല്ലെങ്കിൽ ട്രേഡ് യൂണിയന്റെ നേതൃത്വത്തിൽ നടക്കുന്ന ഒരു സമരമായതിനാൽ അതിനൊരു നിർണായക തീരുമാനം കൈക്കൊള്ളുക അവരുടെ കൂടെ അഭിപ്രായം ആരാഞ്ഞുകൊണ്ട് മാത്രമായിരിക്കും. എന്ന് തന്നെയായാലും ഈ യോഗത്തിൽ ഒരു പ്രത്യേകമായി ഒരു ധാരണ ഉണ്ടാക്കാനുള്ള ഒരു സാധ്യത തെളിഞ്ഞു വരുന്നുണ്ടെന്നാണ് പറയുന്നത്. ഒരു പക്ഷേ ഈ PLC യോഗത്തിൽ ഇത് സംബന്ധിച്ചുള്ള ഒരു ധാരണയിലെത്താൻ കഴിഞ്ഞില്ലെങ്കിൽ നാളെ മുതൽ നേതാക്കൾ തന്നെ അനിശ്ചിതകാല നിരാഹാര സത്യാഗ്രഹത്തിലേക്ക് പോകും എന്നുള്ളൊരു മുന്നറിയിപ്പും ട്രേഡ് യൂണിയൻ നേതാക്കൾ നൽകി കഴിഞ്ഞിട്ടുണ്ട്. സൗമ്യ, മിനീഷാണ് വിവരങ്ങൾ നൽകിയത്.